പ്രൈസറോ കർത്താവിന്റെ അതിവത്സമായ നാം വാഴ്ത്തപ്പെടുത്ത ഈ നല്ല സമയത്ത് ഓർന്ന ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം എൻ്റെ 9-ാമത്തെ വാക്യം. ഇവിടെ ഒരു ബാലനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനം. കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ദൈവിക സന്ദേശങ്ങൾ, മെസ്സേജുകൾ ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ കേട്ട് അനുഗ്രഹം പ്രാപിച്ചു. ഇന്നും ആ വചനത്തിന്റെ മഹത്വം അതുപോലെ നിലനിൽക്കുകയും അന്ന് അത്ഭുതം ചെയ്ത ദൈവം ഇന്നും അതേ അത്ഭുതം തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ വചനം ഇന്നും നമുക്ക് വിശ്വസിക്കുവാൻ ഏറ്റവും അല്ലരിയ ശക്തിയുള്ള വചനമാണ്. ദൈവത്തിന് സ്തോത്രം. അല്ലരിയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന് ഇവിടെ ഒരു ബാലകനുണ്ട്. ഈ ബാലന്റെ ഗുണസവിശേഷതകൾ നാം മനസ്സിലാക്കിയിരിക്കണം. രക്തം ചെയ്യും. ഇപ്പൊ യേശുക്രിസ്തു വലിയൊരു ജനക്കൂട്ടത്തിന്റെ മധ്യെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ. യേശു തന്റെ ശുശ്രൂഷ സമയത്ത് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അനുഗമിക്കുവാൻ വലിയ പുരുഷാരം ഉണ്ടായിരുന്നു. അല്ലേരിയ. അപ്പം വലിയൊരു കൂട്ടം ജനത്തോട് സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം അല്ലേരിയ അവർക്ക് ആഹാരം കൊടുക്കുവാൻ യേശു ആഗ്രഹിക്കുക. വലിയ കൂട്ടം ജനത്തിന് ആഹാരം കൊടുക്കാൻ ആഗ്രഹിക്കുക. ശിഷ്യന്മാർ ഒരു ചെറിയ ബാലനെ കണ്ടുപിടിച്ചു. അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ടായിരുന്നു. ആ ബാലന്റെ പേരെന്താണെന്ന്, അവന്റെ മാതാപിതാക്കൾ ആരാണ്, അവന്റെ സ്ഥലം എവിടെയാണെന്നൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനത്തെ ചിന്തകളാണ് ചിന്തിക്കുന്നത്. പേര് രേഖപ്പെടുത്താത്ത അനവധി ആളുകൾ. ഇവിടെ ഈ ബാലന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലേതിയ സോദര. എന്നാൽ ഈ ബാലൻ ക്രിസ്തുവേശുവിൽ സ്നേഹം നിറഞ്ഞവനാണ്. ഈ ബാലന്റെ പേരും വീട്ടുപേരും എൻ്റെ അപ്പനും അമ്മയും അവന്റെ നാടും ഒന്നും അറിയില്ലെങ്കിൽ ഇവൻ യേശുക്രിസ്തുവിൽ വളരെ പ്രത്യാശ വെച്ച് യേശുവിന്റെ സ്നേഹം അവന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു എന്ന് ഈ ബാലനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കാണാൻ കഴിയും. എൻ്റെ ഏരിയ സ്തോത്രം എന്ന് പറഞ്ഞാൽ ക്രിസ്തു അല്ലേരിയ ദൈവമാണെന്ന് അവന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലേരിയ സ്തോത്രം. അപ്പം ഈ ക്രിസ്തു അറിയിക്കുന്ന സുവിശേഷം കേൾക്കുവാനുള്ള ആഗ്രഹം അവനുമുണ്ട്. മറ്റുള്ളവരെ പോലെ തന്നെ യേശുക്രിസ്തു അറിയിക്കുന്ന സുവിശേഷം കേൾക്കുവാൻ ഈ ബാലനും ആഗ്രഹമുണ്ട്. അല്ലേ? ബാലൻ തന്റെ രക്ഷകർത്താക്കളിൽ നിന്നോ ആയിരിക്കണം 5 യവത്തപ്പവും 2 മീനും അവൻ വാങ്ങി കയ്യിൽ സൂക്ഷിച്ചത്. കാരണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഇവൻ യേശുക്രിസ്തു കടന്നു പോകുന്ന വഴിയിൽ യേശു സുവിശേഷം പറയുമ്പോൾ യേശു ദൈവമാണെന്നുള്ള ബോധ്യം ബാലനുള്ളത് കൊണ്ടും അവന് സുവിശേഷം കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ടും യേശുവിനെ അനുഗമിക്കുന്ന കൂട്ടത്തിൽ വിശന്നു പോകാതെ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി, അവർ ക്ഷീണിച്ചു പോകാതിരിക്കാൻ വേണ്ടി മറ്റുള്ള എല്ലാവരും ആഹാരം കരുതുമെന്നുള്ള ചിന്തയിൽ ഇവനും ഇവന്റെ മാതാപിതാക്കളിൽ നിന്ന് 5 യവത്തപ്പവും 2 മീനും വാങ്ങി അവൻ കയ്യിൽ സൂക്ഷിച്ചിരിക്കുക. അങ്ങനെ യേശുവും ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്ത് ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ കൂടെയുള്ള ആളുകൾക്ക് വിശക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും. അപ്പോഴാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാൻ അവരെ ഇങ്ങോട്ട് കഴിയില്ല. ചുറ്റുവട്ടത്ത് എല്ലാവരെയും നോക്കിക്കഴിഞ്ഞപ്പോൾ ആരുടെയും കയ്യിൽ ഭക്ഷണമില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും അത് കഴിച്ച് തീർന്നിട്ടുണ്ട്. പിന്നെ ശേഷിക്കുന്നത് ഈ ബാലന്റെ കയ്യിൽ മാത്രമാണ് 5 യവത്തപ്പവും 2 മീനും. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ട് മറ്റുള്ളവരുടെ കയ്യിലൊക്കെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഈ ബാലൻ ക്രിസ്തുവേശുള്ള സ്നേഹം മുഖാന്തരം അവന്റെ കയ്യിലുള്ള 5 യവത്തപ്പവും 2 മീനും തിന്നാതെ അവൻ സുവിശേഷം കേൾക്കും തോറും അവന്റെ ആത്മാവിന്റെ വിശപ്പ് അടക്കിക്കൊണ്ടിരുന്നു. ഭൂമിയിലെ ഭക്ഷണത്തെക്കാൾ ഏറ്റവും കൂടുതലായി അവൻ യേശുക്രിസ്തുവിലൂടെ സുവിശേഷം കേട്ടപ്പോൾ അവന്റെ വിശപ്പും ദാഹവും എല്ലാം മാറി വചനം കേൾക്കുവാനുള്ള ആഗ്രഹം മുഖാന്തരം, മാത്രമല്ല അവൻ യേശുവിനെ അനുഗമിക്കുവാനുള്ള താല്പര്യം മുഖാന്തരം, ക്രിസ്തുവേശുവിന്റെ മേൽ അവനുള്ള സ്നേഹം മുഖാന്തരം അവന്റെ കയ്യിലിരുന്ന അപ്പവും മീനും തിന്നാൻ അവൻ പക്ഷേ മറന്നുപോയതായിരിക്കും. അല്ലേലിയ. അവൻ മറന്നുവെന്ന് മാത്രമല്ല, അതൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയും കൂടെ ചെയ്യണം. ദൈവപ്രവൃത്തി വെളിപ്പെടുകയും കൂടെ ചെയ്യണം. മാത്രമല്ല ഈ ഒരു ബാലന്റെ ഉള്ളിലെ ദൈവസ്നേഹം എന്താണെന്ന്
ലോകത്തിന് വെളിപ്പെടുത്തുകയും ചെയ്യണം. അത് ദൈവിക പദ്ധതിയുണ്ട്. സ്തോത്രം. അപ്പൊ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, ഈ ഒരു ബാലനെ പോലെ ആയിരിക്കണം നമ്മുടെയൊക്കെ ജീവിതാന്ത്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ അവരോട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് കൽപ്പിച്ചതിന് അവർ, ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം വാങ്ങിയിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവരോട് പറഞ്ഞു. യേശു ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ അവർക്ക് തിന്മാൻ കൊടുക്കാൻ. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ആകെ 200 വെള്ളിക്കാശ് ഉണ്ട്. ഞങ്ങൾ ആ 200 വെള്ളിക്കാശ് കൊണ്ട് പോയി അപ്പം വാങ്ങിയിട്ട് ഈ കണ്ട പുരുഷാരത്തിന് മുഴുവൻ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോ? ഒരു ചോദ്യമാണ്. പക്ഷെ അവരോട് കൂടെയുള്ളത് യേശുവാണെന്നും ദൈവമാണെന്നും ശിഷ്യന്മാർക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ അവരങ്ങനെയുള്ള മറുപടി പറയാതെ അവർക്ക് വേണേൽ പറയാൻ, ഗുരുവേ, ഞങ്ങൾക്കത് കഴിയില്ല, അങ്ങേക്ക് കഴിയുമെന്ന് പറയാമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞില്ല. ഹല്ലേലൂയ. 200 വെള്ളിക്കാശിനപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം 200 വെള്ളിക്കാശിനപ്പം വാങ്ങണമോ എന്ന് ഫിലിപ്പോസിന്റെ മറുചോദ്യമാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഒരാളുടെ ഒരു ദിവസത്തെ കൂലിയാണ് 1 വെള്ളിക്കാശ്. ആ കാലഘട്ടത്തിൽ ഒരാൾ ഒരു ദിവസം കൂലി ചെയ്താൽ കിട്ടുന്നത് 1 വെള്ളിക്കാശാണ്. 200 വെള്ളിക്കാശ് എന്ന് പറഞ്ഞപ്പോൾ 200 ദിവസങ്ങൾ പണി ചെയ്തിട്ട് കിട്ടിയതാണ് ഈ 200 വെള്ളിക്കാശ്. അല്ലയ്യ. അപ്പൊ കർത്താവിനെ വിറ്റിട്ട് യൂദയ്ക്ക് കിട്ടിയത് 30 വെള്ളിക്കാശാണ്. കർത്താവിനെ ഒറ്റ കൊടുത്ത യൂദയ്ക്ക് 30 വെള്ളിക്കാശ് ഒറ്റ കൊടുത്തേന്. പക്ഷെ അന്നത്തെ കാലത്ത് പണിയെടുത്താൽ ഒരു മനുഷ്യൻ 1 വെള്ളിക്കാശ് കിട്ടുള്ളൂ. അല്ലേ? അപ്പം ആ വെള്ളിക്കാശ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 1 വെള്ളിക്കാശ് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് 1 ദിവസം മുഴുവൻ പണിയെടുക്കണം. അത് ശിഷ്യന്മാരുടെ കൈവശം ഇല്ല, അല്ലേ എന്ന് മനസ്സിലാക്കിയ കർത്താവ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? 200 വെള്ളിക്കാശും ഇല്ല എന്ന് മനസ്സിലാക്കിയ കർത്താവ്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അപ്പം ഫിലിപ്പോസും ബാക്കിയുള്ള ശിഷ്യന്മാരും പരസ്പരം നോക്കി, കൂടുന്ന ജനത്തെ എല്ലാം നോക്കി, ആരുടെയും കയ്യിൽ അപ്പമില്ല. ആരുടെയും കയ്യിൽ അപ്പമില്ല. അല്ലേ? അപ്പോഴാണ് അവർ പറയുന്നത്, ഇവിടെ ഒരു ബാലനുണ്ട്, അവന്റെ കയ്യിൽ 5 വത്തപ്പവും 2 മീനും ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ആരെയും ഭാരപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. എന്നാൽ അവരുടെ താല്പര്യം അവൻ നിവർത്തിച്ചു കൊടുക്കുക. അപ്പൊ ആ ബാലൻ മാത്രം തന്റെ കയ്യിലുള്ള 5 വത്തപ്പവും 2 മീനും തിന്നാതെ സൂക്ഷിച്ചുകൊണ്ട് നടന്നതുകൊണ്ട് അത് യേശുക്രിസ്തുവിന്റെ നന്നായി അറിയാം. മനുഷ്യന്റെ നിരൂപണങ്ങൾ, മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ സാഹചര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയുന്ന കർത്താവ് ഈ ബാലന്റെ കയ്യിലുള്ളായിരുന്ന അപ്പം അവനെടുത്ത് അവൻ വിശപ്പടക്കുന്നതിന് പകരമായി യേശുക്രിസ്തു പറഞ്ഞുകൊണ്ടിരുന്ന സുവിശേഷം അവൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്തോറും അവന്റെ വിശപ്പടക്കിക്കൊണ്ടിരുന്നു. അവന്റെ ആത്മീയ വിശപ്പ് മാറിക്കൊണ്ടിരുന്നു. അത് മുഖാന്തരം ഭൗതിക വിശപ്പിനെ കുറിച്ച് ബാലൻ അറിഞ്ഞില്ല. പ്രൈസറോ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെയും പറയട്ടെ, നിങ്ങൾ ആത്മീയ വചനം ഭക്ഷിക്കാൻ തയ്യാറായാൽ, ദൈവവചനം കേൾക്കുമ്പോൾ, സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മീയ വിശപ്പ് അടക്കും തോറും ഈ ലോകത്തിൽ നിങ്ങളുടെ ഭൗതികമായ വിശപ്പിനെ കുറിച്ച് നിങ്ങൾ മറന്നു രക്തം ചെയ്യാം. ഇവിടെ അതാണ് സംഭവിച്ചത്. ഈ ബാലൻ എന്ത് ചെയ്തു? അവൻ സുവിശേഷം കേൾക്കുവാൻ വേണ്ടി പുഴവക്കത്തിരുന്ന ലുതിയുടെ ഹൃദയം ദൈവം തുറന്നതുപോലെ ഇവന്റെ ഹൃദയവും ദൈവം തുറന്നു. ഇവൻ വചനം കേൾക്കും തോറും ഇവന്റെ വിശപ്പടക്കി ഇവൻ ഒന്ന് ആത്മാവിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുക. അവൻ സന്തോഷമുള്ളവനെ തീരുക. അതുകൊണ്ടാണ് ഈ 5 അപ്പം യേശു അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി, ശിഷ്യന്മാരവന്റെ കയ്യിൽ നിന്ന് വാങ്ങി യേശുവിന്റെ കയ്യിൽ കൊടുത്ത് അപ്പം പ്രാർത്ഥിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നുറുക്കിയ ശേഷം ആമ എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ അപ്പം നുറുക്കി കൊടുത്തെന്ത് ചെയ്തു? ആമൻ 5000 പുരുഷന്മാർ തിന്നു. ലേലിയ അവരുടെ സ്ത്രീകളും കുട്ടികളും തിന്നു. ബാക്കിയുള്ള 12 കൊട്ട നിറച്ചെടുത്തു. ഒരു വലിയൊരു അത്ഭുതമല്ലേ യേശു ചെയ്തത്? ഈ ബാലനെ ദൈവം എത്രമാത്രം കരങ്ങളിൽ ഉപയോഗിച്ച്, ഈ ബാലനെ എത്രമാത്രം ദൈവം പരിപാലിച്ചു. മറ്റുള്ളവരുടെ കയ്യിലൊക്കെ ഒരുപക്ഷെ അപ്പവും മീനും ഉണ്ടായിരിക്കാം. അവരെല്ലാം തിന്നു തീർന്നപ്പോ ഈ ബാലന് അതിന്റെ കയ്യിലുള്ള ഈ അപ്പവും മീനും അവൻ തിന്നു തീർക്കാതിരിക്കത്തക്ക നിലയിൽ ഹല്ലേലൂയ രക്തം ചെയ്യും. അവന്റെ വിശപ്പിനെ ദൈവം, അവന്റെ വിശപ്പും ദാഹവും എല്ലാം ദൈവം നീക്കി കൊടുത്തുകൊണ്ടിരുന്നു. അവൻ ആത്മാവിൽ സന്തുഷ്ടനായിരുന്നു. രക്തം ചെയ്യും.
എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് ആത്മീയ ആഹാരം കൊടുക്കണം, ആത്മീയ ഭക്ഷണം കൊടുക്കണം, ജീവന്റെ വചനം യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കയറൂരി വിടാതെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പറയും മക്കളെ കയറൂരി വിട്ടത്, അതെ, മക്കളെ കയറൂരി വിടാതെ അവരുടെ തോന്നിവാസത്തിന്, അവരുടെ തന്നിഷ്ടത്തിന് അവരെ പറഞ്ഞു വിടാതെ നിന്റെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ ആത്മീയ ഭക്ഷണം, ആത്മീയ അപ്പം, എൻ്റെ ജീവന്റെ അപ്പമായിരിക്കും ക്രിസ്തുവിനെ, സുവിശേഷം അവന് നൽകി കൊടുക്കുന്നെങ്കിൽ അവന്റെ ജീവിതത്തിൽ അത് എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. അത്ര വലിയ ജനക്കൂട്ടത്തിന് അപ്പം കൊടുത്ത് നിറയ്ക്കുവാൻ ആരുടെയും പക്കൽ ആഹാരമില്ലായിരുന്നു. എന്നാൽ ക്രിസ്തുവിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആ ബാലന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അത്രയും ജനത്തിന് അപ്പം കൊടുക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിയില്ല. പക്ഷെ ഈ ബാലനൊരു ആഗ്രഹമുണ്ട്. തന്റെ കയ്യിലിരിക്കുന്ന ഈ അപ്പത്തെ യേശുവിന്റെ മേൽ കൊടുക്കണമെന്ന് ഒരുപക്ഷെ ബാലന്റെ മനസ്സിൽ ചിന്ത കാണും. ഹല്ലേലൂയ. അവരുടെ പക്കൽ എത്ര അപ്പമുണ്ടെന്ന് ചോദിച്ചപ്പോഴും അവൻ പെട്ടെന്ന് ഉത്സാഹത്തോടെ മുമ്പോട്ട് വന്ന് കാണാം, എന്റെ കയ്യിലുണ്ടെന്ന് പറയുവാൻ. അങ്ങനെ ഉണ്ടെന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ ഹല്ലേലൂയ അവന്റെ കയ്യിൽ 5 അപ്പം ഉണ്ടെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ബാലന്റെ ഹൃദയം ഹല്ലേലൂയ അത്രമാത്രം ദൈവത്തോട് ചേർന്നിരുന്നു. അവൻ വെറും കൈയോടെ വരാതെ അപ്പത്തെയും മീനിനെയും എടുത്ത് അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാണ് യേശുവിനെ അനുഗമിക്കുന്നത്. അതവൻ ദൈവസന്നിധിക്ക് വന്നപ്പോൾ സുവിശേഷം കേൾക്കുവാൻ യേശുവിനെ അനുഗമിക്കുന്ന പുരുഷാരത്തോടൊപ്പം ഈ ബാലന് യാത്ര ചെയ്യുമ്പോൾ അവൻ വെറും കൈയോടെ വരാതെ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു? 5 അപ്പവും 2 മീനും എടുത്ത് എന്നെ കേൾക്കുന്ന പിതാവേ, നീ ദൈവത്തിലേക്ക് വരുമ്പോൾ, നീ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ കടന്നു വരുമ്പോൾ, നീ നിന്റെ മക്കളും കടന്നു വരുമ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് നീ കരുതിക്കൊള്ളണം. സഭയിൽ സ്തോത്രകാഴ്ച നടക്കുമ്പോൾ, സ്തോത്രകാഴ്ച ശുശ്രൂഷ നടക്കുമ്പോൾ സ്തോത്രകാഴ്ച സഞ്ചിയുമായി കുട്ടികൾ നിങ്ങളുടെ അരികിലൂടെ വരുമ്പോൾ ആ സ്തോത്രകാഴ്ചയുടെ സഞ്ചി വാങ്ങി മറ്റൊരാളുടെ കൈ കൊടുക്കാതെ, ഇനി അത് വാങ്ങിയതിനകത്ത് കൈയിട്ട് ഞാൻ ഇട്ട് ഒന്ന് ധരിപ്പിക്കുന്ന നിലയിൽ കാപട്യം കാണിക്കുന്ന അനവധി ആളുകളുണ്ട്. ആ ഒരു നിലയിലേക്ക് പോകാതെ നീ കർത്താവിന് കൊടുക്കാനുള്ളത് കൊണ്ടുവരണം. നിന്റെ മക്കളുടെ കയ്യിൽ 1 രൂപയും 2 രൂപയും 5 രൂപ തൊട്ടും പിറക്കി കൊടുക്കാതെ കാലങ്ങളായി നിങ്ങൾ അനുവർത്തിച്ചു പോരുന്ന 10 രൂപ തൊട്ട് 10 രൂപ തൊട്ട് പിറക്കിയിടാതെ നിന്റെ മക്കൾക്ക് നീയും കൂടെ കടന്നു വരുമ്പോൾ കർത്താവിന് കൊടുക്കുവാനുള്ളത് കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പൊ ഒരിക്കലും ഒരു സഭയിൽ ഒരു വിശ്വാസി കുടുംബമായിട്ട് പോയി മറ്റൊരു സഭയിൽ ചെന്ന ഉടനെ ആ സഭക്കാരെ ഈ വ്യക്തികളെ ഏറ്റെടുത്തു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വണ്ടിക്കൂലിയില്ലാഞ്ഞിട്ടാണ്. വണ്ടിക്കൂലിയില്ലാഞ്ഞിട്ടല്ല, ദൈവസഭയ്ക്ക് കൊടുക്കാൻ മതി. ആ വ്യക്തി അവരെന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് കൊടുക്കുന്നവരെ അല്ല. ഈ ബാലൻ ദൈവനാമത്തിന് ചെലവഴിപ്പാൻ അവരുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്ന പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ മക്കളെ കൊണ്ട് നീയും ദൈവത്തിന് കൊടുത്തു പഠിക്കണം. ദൈവത്തിന് കൊടുത്തു പഠിക്കാതെ നീ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ല. ചില വ്യക്തികൾ പറയും, ഞങ്ങളെല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചതാണ്, ഞങ്ങളെല്ലാം വിട്ട് അങ്ങോട്ട് വന്നത്. കുടുംബമുണ്ട്, പാരമ്പര്യമുണ്ട്, ബന്ധമുണ്ട്, സ്വന്തമുണ്ട്, അപ്പനുണ്ട്, മക്കളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യം എല്ലാം വിട്ട് അനുഗമിച്ചത്. അതായത് നീ ഇതൊക്കെ സഭയെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ എല്ലാം വിട്ട് അനുഗമിച്ചെങ്കിൽ സഭയിൽ ഇരിക്കുന്നവർക്ക് നിനക്ക് തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. നീ എല്ലാം വിട്ട് അനുഗമിച്ചെങ്കിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കും. കാരണം നിനക്ക് വേണ്ടി എല്ലാം വിട്ട് സ്വർഗമഹിമകളെ വിട്ട് ഇറങ്ങി വന്നൊരു യേശുവുണ്ട്. അപ്പൊ നിന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ, നിന്റെ ശാപത്തിന് നിന്നെ വിടിവിക്കുവാൻ, നിന്റെ അതിക്രമം നിന്നെ വിടിവിക്കുവാൻ, നിന്നെ വിടിവിച്ച് നിത്യജീവൻ നൽകാൻ വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞിറങ്ങി വന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ സ്വർഗ മഹിമകളെ വെടിഞ്ഞിറങ്ങി വന്നത് അവനാ എല്ലാം വിട്ടിറങ്ങി വന്നത്. നീ അല്ല എല്ലാം വിട്ടു വന്നത്. ഹല്ലേലൂയ. ഇന്നും എല്ലാം വിട്ടു വന്നെന്ന് പറഞ്ഞിട്ട് ഇന്നും പഴയ പാരമ്പര്യത്തിൽ നിൽക്കുന്നവരാ പലരും. ഹല്ലേലൂയ. ആനുകൂല്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് പറ്റിയെടുക്കാൻ വേണ്ടി അത് വരുമ്പോൾ അങ്ങ് പഴയ പാരമ്പര്യം, ദൈവസേന വരുമ്പോൾ ദൈവത്തെ അങ്ങനല്ല, കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് നിന്ന് കൊടുക്കണം. ഹല്ലേലൂയ. അപ്പുറം ഇപ്പുറയും കൂടെ നിൽക്കരുത്, അവിടെ ഇവിടെയും കൂടെ ഒന്ന് മേടിക്കരുത്. അപ്പൊ ഈ ബാലൻ എന്ത് ചെയ്തു? കർത്താവിന്റെ അരികിലേക്ക് വരുമ്പോൾ അവന് വഴിയിൽ വിശക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ അപ്പം എടുത്തു, മീനും എടുത്തു. അപ്പോൾ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഇവൻ കൊടുക്കുവാൻ താല്പര്യമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാത്രം നിന്റെ മക്കളെയും കൂടെ കൊടുക്കുവാൻ, ഹല്ലേലൂയ, ദൈവനാമത്തിൽ കൊടുക്കാൻ പഠിപ്പിക്കണം. പഴയ കീറിയ റൂട്ട് സഭയെ കൊണ്ടിട്ടു പോകരുത്.
ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസഭയ്ക്കകത്ത് ചെറിയ സഭയല്ലേ, കുറച്ചാളുകൾ മാത്രം. പല പ്രാവശ്യം സ്വോത്ര കാഴ്ച എണ്ണിക്കെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് പല പ്രാവശ്യം 10 രൂപയുടെ 20 നോട്ട്, 10 രൂപയുടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പക്ഷെ അത് കീറിയതായിരിക്കും. അല്ലേരിയ അതൊരു കടക്കാർ പോലും എടുക്കത്തില്ല, പെട്രോൾ പമ്പിൽ പോലും എടുക്കത്തില്ല. അതെല്ലാം കൂടെ സൂര്യോപിച്ച് കൂട്ടിവെച്ചിട്ട് ഞാൻ ഒരു സ്നേഹിതന് വഴിക്കച്ചവടം ചെയ്തത്, വഴിയോര കച്ചവടം. ഞാൻ ആ സഹോദരോട് പറഞ്ഞു, ഒരു ഇത്രയും കുറെ പൈസ ഇരിപ്പുണ്ട്, ഞാനത് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കീറിയ നോട്ട് എടുക്കാൻ വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ എടുത്തോളം. അപ്പോൾ എന്നെ ഒരു വലിയ സഞ്ചി കാണിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. സഭയ്ക്കകത്ത് നീ കീറിയ നോട്ട് കൊണ്ടിടരുത് കേട്ടോ. ലേലിയ സഭയ്ക്കകത്ത് കീറിയത്, സഭയ്ക്കകത്ത് പ്രയോജനമില്ലാത്ത നോട്ട് കൊണ്ടിട്ട് നീ ദൈവദാസന്മാരെ പറ്റിക്കരുത്, പരിശുദ്ധന്മാരെ പറ്റിക്കരുത്. ദൈവത്തോട് നീ വ്യാജം കാണിക്കരുത്. ഈ 5 ചെവത്തപ്പവും 2 മീനും അല്പം പോലും മുറിച്ചെടുക്കാതെ അത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ബാലനെ പോലെ നിന്റെ സ്വഭാവം ദൈവത്തിന് പ്രയോജനപ്രദമായിരിക്കണം. അല്ലേരിയ ഇവിടെ നാം മക്കളെ വളർത്തുന്നത് ആണ് ഏറ്റവും പ്രാധാന്യം. അല്ലേരിയ മക്കളെ വളർത്തുക. അതുകൊണ്ടാണ് 119 സംഗീതത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9ാമത്തെ വാക്യം, 119 സംഗീതത്തിന്റെ 9ാം വാക്യം വായിക്കുമ്പോൾ, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നത് തന്നെ. അതെ, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കണം. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം, അല്ലേലൂയ, വചനപ്രകാരം അവൻ ജീവിക്കുന്നത് കൊണ്ടാണ്. അല്ലേലൂയ, സ്തോത്രം. അത് എന്നെ കേൾക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 9ാം വാക്യം സൺഡേ സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും സുപരിചിതമാണ്. യുവതലമുറ ഇന്ന് വളർന്നു വരുന്നത് സകലവിധ പാപങ്ങൾക്കും വശങ്കരായിട്ടാണ്. സൺഡേ സ്കൂളിൽ വരുമ്പോൾ മാത്രമല്ല ഈ വചനം വായിക്കുന്നത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം സൂക്ഷിക്കുന്നതിനാൽ അതിനെ സൂക്ഷിക്കാൻ തന്നെ എന്നുള്ളത് ചുമ്മാ സൺഡേ സ്കൂളിനെടുത്ത് പറയാതെ അതും പ്രകാരം നിന്റെ മക്കളെ വളർത്തണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വേർപെട്ട കൂട്ടത്തിന്റെ ദൈവമക്കൾക്ക് പോലും സൺഡേ സ്കൂൾ വേണ്ട, അവർക്ക് ആരാധന വേണ്ട. സഭയിൽ വന്ന മൊബൈലിൽ നോക്കി കയ്യിലുള്ള വാച്ചിലും കളിച്ച് അങ്ങോട്ടും തോട്ടി ഇങ്ങോട്ടും തോട്ടി കാര്യങ്ങൾ പറഞ്ഞ് സഭയിൽ ശ്രദ്ധയില്ലാതിരിക്കുന്ന തലമുറയെന്ന്, പാപത്തിൽ ജീവിക്കുന്ന തലമുറ. എന്നാൽ ഈ വലിയ പുരുഷാരത്തോടു കൂടി നടക്കുന്ന ഈ ബാലകൻ, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിട്ടും അവൻ ലോകത്തുകാരെ നോക്കാതെ യേശുവിനെ മാത്രം നോക്കി യേശു ക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം കേട്ട് അവന്റെ ആത്മാവിന്റെ വിശപ്പടക്കിക്കൊണ്ടിരുന്നു. നിന്റെ മക്കൾ സഭയ്ക്കകത്ത് വന്നാൽ അവരെ മര്യാദയ്ക്ക് ഇരിക്കാൻ പഠിപ്പിക്കണം. അല്ലേലിയ, നിന്റെ മക്കളെ വചനപ്രകാരം ജീവിക്കാൻ പഠിപ്പിക്കണം. അല്ലേലി, അങ്ങനെയുള്ള മാലിന്യങ്ങളിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കണമെങ്കിൽ ദൈവവാഞ്ചനം അനുസരിച്ച് ലോകപ്രകാരമുള്ള സഭയ്ക്കകത്ത് വന്ന് ചെടികമായ പ്രാകൃതമായ ജീവിതത്തിലൂടെ കടന്നുപോകാൻ സഭയ്ക്കകത്ത് ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന നീയെ നിന്റെ മക്കളെ നേരായി പഠിപ്പിക്കണം. മക്കളെ മാത്രം. ഇന്നത്തെ കാലം സഭയിൽ വന്നാലും മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ ഓഫ് ചെയ്യത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഓടുന്ന ഈ സഹോദരിമാര്, കുട്ടികൾ, സഹോദരന്മാർ, നിന്റെയൊക്കെ ഈ ദുർജീവിതം നിർത്തണം. സഭയ്ക്കകത്ത് നീ മൊബൈൽ ഉപയോഗിക്കരുത്. സഭ പരിശുദ്ധവും പരിപാവനം, സഭയുടെ മധ്യേ ഉലാവുന്ന ദേശുക. അതിനിടെ നീ നിന്റെ മൊബൈലുമായിട്ട് സഭയ്ക്കകത്ത് കിടന്ന് തത്തിക്കളിക്കരുത്. നിന്റെ കുടുംബത്തിന് ശാപമാണ്. സഭയ്ക്കകത്ത് മൊബൈൽ നീ ഉപയോഗിക്കരുത്, നിന്റെ കുടുംബത്തിന് നാശമാണ്. സഭയ്ക്കകത്ത് ഈ മൊബൈൽ തോട്ടി കളിക്കരുത്. വാട്സപ്പിനകത്ത് നോക്കരുത്. സഭയ്ക്കകത്ത് നീ മെസ്സേജ് അയക്കരുത്. സഭയ്ക്കകത്ത് നീ റിയാലിറ്റി ഷോ കാണരുത്. നീയും നിന്റെ കുടുംബം തകരും. നിന്റെ തലമുറ നിന്നെ അനുസരിക്കാതെ വരും. ഹല്ലേലൂയ, രക്തം ചെയ്യും. ഞാൻ പല കുടുംബങ്ങളെ കാണിച്ചു തരാമത്തെ. വചനം കഠിനമാണ്, വചനം കട്ടിയാണ്. പക്ഷെ ആ വചനം നമുക്ക് വലിയ വളരെ കട്ടിയുള്ളതാണെങ്കിലും വചനം വളരെ സ്വതം വചനം വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അല്ലേ? ഈ വചനത്തിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നേരാമായ പാതയിലൂടെ അല്ലെങ്കിൽ നടത്തണം. അല്ലേ? ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നത് ഒരുവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മാതാപിതാക്കളുള്ളതാണ്. നിന്റെ മക്കളെ ജ്ഞാനിയാക്കി മാറ്റുവാൻ ലേരിയ അവരെ വചനം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുള്ളതാണ്. ലേരിയ ഈ ബാലൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ, ഈ കുട്ടിയെ അവന്റെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ
അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും പറഞ്ഞു പഠിപ്പിച്ചു കാണും. ഇനി യേശുവിന്റെ പരസ്യശുശ്രൂഷ ആരംഭിച്ച സമയത്ത് അവന്റെ മാതാപിതാക്കൾ പറഞ്ഞു കാണും, ഇവനാണ് വരുവാനുള്ള മശിഹ, ഇവനാണ് യേശു. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കണമെന്ന് ഇവന്റെ മാതാവ് അവരെ പറഞ്ഞു പഠിപ്പിച്ചു കാണും. പ്രൈസോ എന്നെ കേൾക്കുന്ന മാതാവ്, മക്കളെ നേരായ പാതി നാം പഠിപ്പിക്കണം. അതുകൊണ്ട് ഈ സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ സദൃശവാക്യം 22-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ, ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃത്തനായാലും അത് വിട്ടുമാറുകയില്ല. ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം, അവൻ വൃത്തനായാലും അത് മാറുകയില്ല. ഇന്നത്തെ കാലഘട്ടം തന്നെ കേൾക്കാൻ പറയും, മാതാപിതാക്കൾ നിന്റെ മക്കൾ വളർന്നു വരുമ്പോൾ ഒരു 10ാം ക്ലാസ്സൊക്കെ എടുത്തു കഴിയുമ്പോൾ +1 +2 അവൻ സ്വതം വില കൂടിയ വലിയ പൾസർ അടക്കമുള്ള വലിയ ബൈക്കുകൾ, മോട്ടോർ ബൈക്കുകൾ മേടിച്ചു കൊടുത്ത് അവൻ അതും കൊണ്ടുപോയി ഇടിച്ചു മറിഞ്ഞ് വീണ നിന്റെ വീട്ടിൽ വന്ന് കാലും കൈ ഒടിഞ്ഞു കിടക്കുന്നതിനേക്കാൾ നല്ലത് നിന്റെ മക്കളുടെ ബോഡി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് അവനെ തോന്നിവാസം വളരാൻ നീ വിടരുത്. അവൻ ചോദിക്കുന്ന വില കൂട്ടിയ ബൈക്കുകൾ വാങ്ങിക്കൊടുത്ത് റോട്ടിൽ മറ്റുള്ളവർക്ക് നടക്കാൻ കഴിയാതെ, ജീവിക്കാൻ വഴിയാത്രക്കാർക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ ബൈക്കിൽ അഭ്യാസം ചെയ്യുന്ന നില തലമുറ, വില കൂടി ഐഫോൺ അടക്കമുള്ള ഫോണുകൾ വാങ്ങിക്കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് വരാതെ, സഭയ്ക്ക് വരാതെ, രാവിലെ വൈകിട്ട് ഭവനത്തിൽ പ്രാർത്ഥന മൊബൈലിൽ തോണ്ടിക്കളിക്കുന്ന നിന്റെ തലമുറ. ബാലൻ നടക്കേണ്ടുന്ന വഴിയില് അവനെ അഭ്യസിപ്പിക്കണം. ഇല്ലെങ്കിൽ നിന്റെ തലമുറ ഇതുപോലെ ഏതെങ്കിലും വണ്ടി കടവെച്ച് എത്രയോ കുട്ടികളാണ്, എത്രയോ സ്കൂൾ യൗവനക്കാരാണ് കഴിഞ്ഞ കാലങ്ങളിൽ അമിത വേഗത്തിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് ഓടിച്ച് വിവിധ വാഹനത്തിന് കീഴിൽ ചെന്ന് കീറി മക്കൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ. ഇനിയെങ്കിലും നിങ്ങളുടെ മക്കളെ നേരായ പാതയിലൂടെ നടത്താൻ അവർ പറയുന്നതനുസരിച്ച് അവർ പറയുന്നത് കോളേജിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകും, ഇഷ്ടംപോലെ പണം ഭാര്യയുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്ത് അവൻ പോയി മദ്യവും മയക്കുമരുന്നും ലഹരി ഉപയോഗിച്ചതിന്റെ മക്കൾ സുബോധം കെട്ട് സ്കൂളുകളിലും കോളേജിലും അടിയുണ്ടാക്കും. എന്നിട്ട് ജൂനിയറായിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികളെ വെറും മൃഗീയമായി റാഗി ചെയ്ത് കോട്ടയം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ നടന്നതുപോലെ നിന്റെ കുട്ടികൾ നിനക്ക് നഷ്ടപ്പെടും. അവൻ നടക്കേണ്ട വഴിയിൽ അവനെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കണം. അവന്റെ ഇഷ്ടത്തിന് പെടൽ ആണായാലും പെണ്ണായാലും ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കണം. പ്രൈസലോ നിന്റെ വീട്ടിലേക്ക് നീ അവൻ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ റോഡിൽ കിടക്കുന്ന, ബാറിൽ കിടക്കുന്ന, ബീവറേജിൽ കിടക്കുന്ന, കള്ളുഷാപ്പിൽ കിടക്കുന്ന, പലപ്പോഴും പറയുന്നത് എല്ലാ ദിവസവും പറയും, ഈ ലഹരിയൊക്കെ വാങ്ങി കടയിൽ കിടക്കുന്ന വീടി സിഗരറ്റും മയക്കുമരുന്നുകളും തമ്പാക്കും കയ്യിലിട്ട് തിരുമി നാക്കിൻ്റെ വെക്കുന്ന ഈ ചീഞ്ഞ സാധനം, ഈ ചീഞ്ഞ വിഷം, അതെല്ലാം കൂടെ വാങ്ങി നീ വീട്ടിൽ കൊണ്ട് നിന്റെ മക്കളും ഉപയോഗിച്ച് തിരുമി നിന്റെ നാവിന്റെ ചുണ്ടിനടിയിലും വെച്ച് മദ്യ ഊറ്റി നിന്റെ മക്കൾക്ക് കൊടുത്ത് നീ നിന്റെ ഭാര്യയും മക്കളും നിന്റെ അപ്പനും അമ്മയും എല്ലാം കൂടെ കുടിച്ച് നിന്റെ കുടുംബത്തിനകത്ത് മാതൃകയില്ലാതെ ജീവിച്ചാൽ നിന്റെ മക്കൾ വളർന്നു വരുമ്പോൾ അവരും കള്ളുഷാപ്പിലും ബാറിലും ബീവറേജിലും ചെന്ന് നീ പറഞ്ഞാൽ അവൻ അനുസരിക്കത്തില്ല. നിന്റെ മക്കൾക്ക് സ്കൂളിൽ പോകും മദ്യവും ലഹരി ഉപയോഗിക്കുന്ന കാരണം നിന്റെ വീട്ടിൽ മാതൃകയില്ലാത്ത ജീവിതം. നിന്റെ മക്കൾക്ക് മദ്യം വിളമ്പി കൊടുത്തത് നീ തന്നെയാണ്. നിന്റെ മക്കൾ നേരായ പാതയിലൂടെ വരേണ്ടതിന് പകരം നിന്റെ മക്കളെ മോശമായ രീതിയിലേക്ക് വളരുവാൻ പഠിപ്പിച്ചത് മാതാപിതാക്കളാണ്. നിന്റെ വീട്ടിലെ മദ്യവും മയക്കവും ലഹരി നീ അവർക്ക് മാതൃകയായിരുന്നു. അവർ വളർന്നു വന്നപ്പോൾ നിനക്കവരെ ഉപദേശിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ മക്കൾ നിനക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ഈ ബാലനെ സംബന്ധിച്ച് നോക്ക്, ഈ ബാലൻ 5 അപ്പവും 7 അപ്പവും അവന്റെ കയ്യിലുണ്ടായിട്ടും അവന് ഭൗതികമായ അല്ലെങ്കിൽ അവന് ലോകപരമായ വിശപ്പൊക്കെ അവനുണ്ടെങ്കിലും അവൻ അതിനെയൊന്നും ശ്രദ്ധിക്കാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവായ്മൊഴി വചനം, അവൻ അരുളി ചെയ്യുന്ന സുവിശേഷം, ജീവന്റെ അപ്പമായിരിക്കുന്ന യേശുക്രിസ്തു നൽകുന്ന സുവിശേഷം കേട്ട് ഈ ബാലൻ എന്ത് ചെയ്തു? യേശുവിനെ അനുഗമിക്കുകയാണ്. അതുകൊണ്ട് അവനെക്കുറിച്ച് ഇന്ന് ലോകം സംസാരിക്കുന്നത്. ലോകം ഉള്ളിടത്തോളം കാലം, സുവിശേഷം ഉള്ളിടത്തോളം കാലം, കർത്താവിന്റെ വരവരെ ഈ ബാലനെ കുറിച്ച് സംസാരിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിന്റെ മകനെ കുറിച്ച് നല്ലൊരു സാക്ഷ്യമുണ്ടോ? നിന്റെ മകളെ കുറിച്ച് നല്ലൊരു സാക്ഷ്യമുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ആന്ധ്ര തെലുങ്കാനയില് ആണെന്ന് തോന്നുന്നു, സ്കൂളിൽ മൊബൈൽ ഉപയോഗിക്കരുത് ടീച്ചർ പറഞ്ഞതിന്റെ പേരിൽ സ്കൂൾ വിട്ടു കഴിഞ്ഞപ്പോൾ ആ ടീച്ചറിനെ ചെരുപ്പ് കൂടി അടിക്കുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടില്ലേ? എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അമ്മാമി സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മുഖത്ത് ചെരുപ്പ് കൂടി അടിക്കുവാൻ തക്ക വിധത്തിൽ ഈ കുട്ടിയെ വളർത്തിയെടുത്ത് നീയാണ്, മാതാപിതാക്കളാ. നിന്റെ വീട്ടിലെ ക്രമക്കെട്ട ജീവിതം,
ദൈവമില്ലാത്ത ജീവിതം, ദൈവമില്ലാത്ത ജീവിതം. മക്കളെ ദൈവ സാന്നിധ്യത്തിൽ വളർത്താതെ തന്റെ ഇഷ്ടപ്രകാരം വളർത്തിയത് കൊണ്ടാണ് അധ്യാപികയെ എല്ലാവരും എന്ത് ചെയ്ത് ചെരിപ്പൂരി അടിച്ചത്. കേരളത്തിന്റെ സ്ഥിതി മോശമാണ്. കേരളത്തിലെ ഈ ബാലന്മാരും ഈ യുവക്കന്മാർ ചെയ്യുന്നത് എന്താ? മാനസാന്തരപ്പെടണം. പിന്നെ മക്കളെ നേരമായ പാതയിൽ നടത്തണം. പിന്നെ മക്കൾ വാളും വടിയും കുറുവടിയും എടുത്ത് വഴിയിൽ വടിവാളും എടുത്ത് വരസന്റെ കാരണം എന്താ? ഇതിന്റെ മക്കളെ നിയന്ത്രിച്ച കിട്ടാൻ ചെറുപ്രായത്തിന് അവർ വലിയ ക്രിമിനൽ കേസുകളിൽ പ്രതികളായി. ചെറുപ്രായത്തിന്റെ കുട്ടികൾ ജുവൽ കോടതികൾ ജുവലിൽ തടവിലായി കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? മാതൃകയില്ലാത്ത ജീവിതം നയിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ അങ്ങനെ തന്നെയായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ മക്കളെ വചനം പറഞ്ഞ് പഠിപ്പിക്കണം. നീ വചനം വരച്ച് ജീവിക്കണം. എന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയും ആരാധനയും ദൈവനാമ മഹത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം ഉണ്ടാകണം. അവനെ ആലയത്തിൽ പറഞ്ഞുകൊണ്ട് ആലയത്തിനുള്ളത് കൊടുത്തുകൊണ്ട് അവനെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. അവനെ നീ ആദ്യം അവർക്ക് മാതൃകയായി മാറണം. ഹല്ലേലൂയ. അത് ഈ ബാലൻ അല്ലെങ്കിൽ മനഃപൂർവ്വമായി കർത്താവിന് കൊടുക്കുവാൻ ആഗ്രഹിച്ചു. ചിലപ്പോൾ അവന്റെ മാതാപിതാക്കൾ ചെറുപ്പം മുതലേ ദൈവത്തിന് കൊടുക്കണമെന്ന് അവരെ പഠിപ്പിച്ചിരിക്കാം. ഈ ബാലൻ അവന്റെ കയ്യിലിരിക്കുന്ന അപ്പം കർത്താവിന് കൊടുക്കാൻ ആഗ്രഹിച്ചു. അവന്റെ മാതാപിതാക്കൾ ചെറുപ്പം മുതലേ ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു കാണും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കൾ, നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തിന് കൊടുക്കണമെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെ ദൈവത്തിന് നിങ്ങളുടെ മക്കളെ കൊണ്ട് അവരുടെ ജീവിതം, അവരുടെ ഭാവി അവർ ദൈവത്തിന് കൊടുക്കുന്നവരാണെന്ന് അവരെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ സഭയുടെ കൂട്ടായ്മകളുടെ മുമ്പിലുണ്ടായിരിക്കും. അച്ചടക്കത്തോടെ അനുസരണത്തോടു കൂടി ദൈവവചനം കേൾക്കുന്നവരായിരിക്കും. നീ അത് പഠിപ്പിക്കാത്തതുകൊണ്ട് അതിന്റെ മക്കൾ സഭയ്ക്കകത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്, സഭയ്ക്ക് വരാത്തത്. ഹല്ലേലൂയ. പല ഭവനത്തിനൊക്കെ വിശ്വാസികളുടെ മക്കൾ സഭയ്ക്ക് പോകത്തില്ല. അപ്പനും അമ്മയും മക്കൾ വരത്തില്ല. മക്കൾ എന്താ അവരുടെ കൂട്ടുകൂടി കമ്പനി കൂടി എല്ലാമേ ലഹരി മാഫികളോടൊപ്പം ചുറ്റിക്കറങ്ങി നടന്ന് അമ്മ പോയി പ്രാർത്ഥിച്ചു ഞങ്ങൾ വീട്ടിലിരുന്നോളെന്ന് പറഞ്ഞ് കൂത്താടി നടക്കുന്ന ചെട്ടിക്കന്മാരായിരിക്കുന്ന പ്രാകൃതന്മാരായിരിക്കുന്ന മക്കളുള്ള വിശ്വാസികളുടെ കുടുംബമുണ്ട്. ഹല്ലേലൂയ. അവരുടെയൊക്കെ രൂപഭാവമൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവരൊക്കെ എന്തോ തികഞ്ഞതാണ്. മോനെ, നീ നരകത്തിൽ പോകും. നീ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവമുഖത്തിന് വേണ്ടി ജീവിച്ചാൽ, നീ തന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ നിന്റെ അവസാനം എവിടെങ്കിലും വളരെ അപകടകരമായിരിക്കും. നിന്റെ അവസാന ജീവിതം നരകവുമായിരിക്കും. നീ മാനസാന്തരം മടങ്ങുക. ഈ ബാലനെ പോലെ നീ ദൈവത്തിന് കൊടുക്കുന്നവനായി മാറ്. ഹല്ലേലൂയ. മക്കളെ കൊണ്ട് ദൈവദാസന്മാരെ സന്തോഷപ്പെടുത്തുവിൻ. നിങ്ങളുടെ മക്കളെ കൊണ്ട് ദൈവദാസന്മാർക്ക് സന്തോഷം വരുന്ന, ദൈവസഭയ്ക്ക് സന്തോഷം വരുന്ന, വിശ്വാസികൾക്ക് സന്തോഷം വരുന്ന വിധത്തിൽ നിന്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചെടുക്കണം. സഭയിൽ വന്ന് യോഗം കൂട്ടിട്ട് വീട്ടിൽ ചെന്നിട്ട് പാസ്റ്റർമാരെ കുറ്റം പറയുന്ന, സഭാവിശ്വാസികളെ കുറ്റം പറയുന്ന നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ തലമുറ വളർന്നു വരുമ്പോൾ അവരും അതേ പ്രവൃത്തിയിൽ ആരംഭിക്കും. ഹല്ലേലൂയ. ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞ്, ദൈവസഭയെ കുറ്റം പറഞ്ഞ്, അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച്, കുറവുകൾ കണ്ടുപിടിച്ച് നീ വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യുന്ന നിന്റെ മക്കൾ കേട്ടിട്ട് നിന്റെ മക്കൾ ദൈവത്തെ അനുസരിക്കാതെ ദൈവസഭയെ ദൈവദാസന്മാരെ സന്തോഷിപ്പിക്കുന്ന പകരമായി ദൈവസഭയ്ക്ക് അവർ ഉപദ്രവകാരികളായി മാറും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പൊ നിന്റെ മക്കളെ ദൈവസഭയ്ക്ക് സന്തോഷമുള്ളവരായി പറഞ്ഞു. ദൈവാലയത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് ദൈവമക്കൾക്ക് ദൈവാലയം ഏതാ ദേവാലയം എന്ന് അറിയത്തില്ല. ആരോട് ഞങ്ങൾ ദേവാലയത്തിൽ പോയി. ദേവാലയം എന്ന് പറഞ്ഞാൽ ദേവന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയം. ദൈവമക്കൾ ദൈവത്തിന്റെ ആലയത്തിൽ വരണം. ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു. ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് കൊടുക്കുവാൻ അവിടെ നടക്കുന്ന സ്തോത്രകാഴ്ച അത് നീ കൊടുക്കുവാൻ മക്കളെ കൊണ്ട് ദശാംശം കൊടുത്ത് പഠിപ്പിക്കണം. ഇപ്പം പറയും പാസക്ക് അത്യാഗ്രഹം, പണത്തെക്കുറിച്ച് ആഗ്രഹം ഉണ്ടായിട്ടാണ്, ആർത്തി ഉണ്ടായിട്ടാണ് പ്രസംഗിക്കുന്നത്. എനിക്ക് ആർത്തി ഉണ്ടായിട്ട് ഒന്നല്ല, പക്ഷെ എന്റെ മക്കൾ നന്നാകാൻ വേണ്ടി പറയുന്നതാണ്. ഹല്ലേലൂയ. ഇപ്പൊ ശ്രേഷ്ഠമായതിന്റെ മക്കൾ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി ശ്രേഷ്ഠമായത്, നിന്റെ മക്കളുടെ കയ്യിൽ ശ്രേഷ്ഠമായത് ദൈവത്തിന് കൊടുക്കുവാൻ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഹല്ലേലൂയ. അതിനവരെ പരിശീലിപ്പിക്കണം. പിശുക്കില്ലാതെ അവരെ വളർത്തിയെടുക്കണം. രക്തം ചെയ്യണം. പ്രൈസലോ. അപ്പൊ എന്താണ് വായിച്ചത്? ഹല്ലേലൂയ. ബാലൻ നടക്കേണ്ടെന്ന വഴി എന്നെ അഭ്യസിക്കുക, അവൻ വൃത്തനായാൽ അത് വിട്ടുമാറുകയില്ല. അത് നീ ചെറുപ്രായത്തിൽ നിന്റെ കുട്ടികളെ നീ നേരായ പാതയിൽ
ദൈവത്തിന് അഭ്യസിപ്പിച്ച് പഠിപ്പിച്ചാൽ അവൻ വൃത്തനായാലും വിട്ടുമാറുകയില്ല. ഹല്ലേലൂയ. നിന്റെ മക്കൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. ഹല്ലേലൂയ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ എന്നാണ് 128 സംഗീതം വായിക്കുന്നത്. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയാണെങ്കിൽ അവ സഭയിൽ കടന്നു വരുമ്പോൾ ആ സ്വഭാവമുള്ളവനായിരിക്കണം. അല്ലയോ സഭയുടെ കൂട്ടായ്മകളിൽ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ മക്കൾക്ക് സൺഡേ സ്കൂളിൽ വന്ന ഒരു വാക്യം പറയാൻ അറിയത്തില്ലത്. തപ്പി തടഞ്ഞ് പുസ്തകം നോക്കി പറയണം. മക്കളെ ചെറുപ്രായത്തിൽ വചനം പറഞ്ഞ് പഠിപ്പിക്കണം. വചനം അവർക്ക് മനഃപ്പാഠമായി പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ വെറുപ്പൂത്തുകൾ സിനിമ കണ്ടും സീരിയൽ കണ്ടും റിയാലിറ്റി ഷോ കണ്ടും കോമഡി കണ്ടും ഈ ലോകത്തിന്റെ വിവിധ വെറുപ്പൂത്തുകളല്ല നിന്റെ മക്കളെ നീ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കേണ്ടത്. ലഹരിയ ദൈവവചനം പറഞ്ഞവരെ പഠിപ്പിക്കണം. ലഹരിയ മക്കളെ വചനത്തിൽ വളർത്തണം. അതിന് മാതാപിതാക്കൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഈ വചനമൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ഹല്ലേലൂയ നിന്റെ കുടുംബത്തെ നീ നേരായി വളർത്തണം. അതിനൊരു ഉപദേശമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹല്ലേലൂയ സ്തോത്രം മക്കളെ ദൈവഭയത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. മക്കളെ ദൈവഭയത്തിൽ വളർത്തിയെടുക്കുക എന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവഭയം ഇല്ലാതാണ് മക്കളൊക്കെ വളരുന്നത്. ഹല്ലേലൂയ. ഞായറാഴ്ച സഭായോഗത്തിന് പോകുമ്പോൾ സഭായോഗത്തിന് കൊടുക്കുന്ന സ്തോത്ര കാഴ്ചയിടാതെ അത് തിരിച്ച് പോക്കറ്റിലോട്ടുണ്ട് പോകുന്നവർ. ഹല്ലേലൂയ. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ ഒരു കുടുംബം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ അവൻ ദൈവവചനത്തെ അനുസരിക്കണം. ഈ ബാലന്റെ മാതാപിതാക്കൾ വളരെ മാതൃകയുള്ള ദൈവഭയമുള്ളവരുമായിരുന്നു കൊണ്ട് ഈ ബാലന് ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുവാനും ദൈവവചനം പഠിപ്പിക്കുവാനും അവനെ ദൈവഹിതത്തിൽ വളർത്തുവാനും അവൻ ദൈവത്തോട് അനുസരണ മനോഭാവമുള്ളവനായി മാറുവാൻ വേണ്ടിയിട്ട് അവനെ പറഞ്ഞു പഠിപ്പിച്ച മാതാപിതാക്കൾ അവരെത്ര ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് ഈ ബാലൻ ഈ വലിയ പുരുഷാരത്തിന്റെ ഇടയിലും അവൻ ശ്രദ്ധിക്കപ്പെട്ടത്. കേട്ടോ, യേശുവിനെ അനുഗമിക്കുന്ന വലിയ പുരുഷാരം. ഹല്ലേലൂയ. ആ വലിയ പുരുഷാരത്തിന് ഈ ബാലനെ ശ്രദ്ധിക്കപ്പെടാൻ കാരണം അവന്റെ മാതാപിതാക്കൾ അവനെ വളർത്തിയതിന്റെ ഗുണമാണ്. ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചു. അതുകൊണ്ട് ഈ വലിയ പുരുഷാരനിൽ ഹല്ലേലൂയ അവൻ ശ്രദ്ധിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇതിന്റെ മക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതിന്റെ മക്കൾ ഒരു ദൈവ പൈതലാണ്. അവൻ ദൈവ മകനാണ്. ദൈവ ഭയമുള്ളവനാണ്. അവൻ ദൈവ സന്നിധിയിൽ നിൽക്കുന്നവനാണ്. മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തക്കുന്നില്ല. അവനെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. എന്താ ചെയ്യാം? ഹല്ലേലൂയ. ഇപ്പൊ അവധിക്കാലമാണ്. രാവിലെ ഹല്ലേലൂയ ബാറ്റും കോലുമെടുത്തോണ്ട് വല്ല പാടത്തും പറമ്പിലും ഒക്കെ പോയി കിടന്നിട്ട് മക്കളെ കൊണ്ടുവരുന്നതിന് മക്കളെ അമ്മയല്ലേ വളർത്തനേക്കാൾ നല്ലത് നിന്റെ മക്കളെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച് സഭയുടെ കൂട്ടായ്മയിലേക്ക് നീ പറഞ്ഞു വിടാം. ഹല്ലേലൂയ. പിന്നെ മക്കൾ നേരായ വാദിയുടെ പഠിക്കണം. അല്ലെങ്കിൽ അവർ മദ്യവും മയക്കുമരുന്നൊക്കെ അടിച്ച് ലഹരിക്ക് അടിമകളായി ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അപ്പനെയും തല്ലി അമ്മയും തല്ലി അപ്പനെയും കുത്തിക്കൊന്ന് അപ്പനെയും വെട്ടിക്കൊന്ന് മക്കളെയും അല്ല അവൻ കേട്ട എല്ലാ തോന്നിവാസവും ചെയ്യുന്നു. അതിപ്പോ നമ്മുടെ കേരളത്തിൽ നടക്കുവാണല്ലോ. ഹല്ലേലൂയ. ദൈവമില്ലാത്ത തലമുറ. പ്രൈസ്. അപ്പം ദൈവത്തിന് പ്രയോജനമുള്ളവരായി നിന്റെ മക്കളെ വളർത്തിയെടുക്കണം. അവർ ദൈവനാമത്തിൽ സന്തോഷത്തോട് വളരണം. ദാവീദ് രാജാവ് ദൈവത്തിന് നന്ദിയോടുകൂടി പറഞ്ഞു, കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും? അവനെനിക്ക് ഉപകാരങ്ങൾ എന്ത് ചെയ്യും? നന്മയുടെ പാനപാത്രം എടുത്തവനെ സ്തോത്രം ചെയ്യും. 103 സംഘത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 103 സംഘത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ച്, എൻ മനവേ യഹോവയെ വാഴ്ത്തുക, എൻ സർവ്വാത്തിന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനവേ യഹോവയെ വാഴ്ത്തുന്ന ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നീ മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ, ദൈവം ചെയ്ത നന്മകൾ മറക്കാതെ നിന്റെ മക്കളെ നേരമായ പാതയിലൂടെ വളർത്തണം. അതെ, ദൈവം ചെയ്ത നന്മകൾക്ക് നമ്മൾ എന്ത് പകരം കൊടുക്കും? ഹല്ലേലൂയ. അപ്പൊ നാം ദൈവസ്ഥാനിൽ ദൈവസ്ഥാനിൽ നമ്മുടെ മക്കളെ അവൻ പഠിപ്പിക്കുമ്പോൾ വളർത്തുമ്പോൾ അവർ ദൈവത്തിന് പ്രയോജനമായിരിക്കണം. പ്രയോജനം ഇവിടെ 116 സംഗീതം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. 116 സംഗീതത്തിന് മെല്ലടി എന്റെ 12ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കുമെന്ന് ദാവീദ് പറയുക. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? അതെ, ദാവീദിന് അറിയാം.
അപ്പന്റെ ആടുകളുമായി വനാന്തരത്തിലായിരിക്കുമ്പോൾ ആടുകളെ പിച്ചു ചീന്താൻ വന്ന കരടിയും സിംഹത്തെയും ഹല്ലേലൂയ തകർത്ത് തന്റെ ആടുകളെ രക്ഷിച്ച ഹല്ലേലൂയ ഇസ്രായേലിനെ 40 രാവും 40 പകലെന്ന് വെല്ലുവിളിച്ച ഗോലിയാത്തിനെങ്കിൽ ഇസ്രായേലിനെ വിടുവിച്ച, പലപ്പോഴും ജീവൻ അപകടത്തിലായി മാറിയ, ജീവൻ തകർന്നു പോകാവുന്ന സാഹചര്യത്തിൽ നീ മുമ്പോട്ട് ജീവിക്കുമെന്നൊക്കെ ഓർത്തത്തിൽ പല സാഹചര്യങ്ങളും ദാവീദിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവം ദാവീദിനെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. ഒരു പോറൽ പോലും ഏൽക്കാതെ ദാവീദിനെ ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു. ദാവീദിനെ ദൈവം തീമതിൽ കോട്ടയുമായി ദാവീദിനെ ദൈവം സൂക്ഷിച്ചു. യോബിന് വേലി കിട്ടി സൂക്ഷിച്ചതുപോലെ ഈ ഭക്തനായ മനുഷ്യനെ ദൈവം സൂക്ഷിച്ചു. അങ്ങനെ ദൈവത്തിന്റെ കരത്തിന്റെ അനുഭവം തിരിച്ചറിഞ്ഞ ദാവീദ് പറയുക, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്തു പകരം കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഈ ഭക്തൻ പറയുക, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനങ്ങളും കാണുക കഴിക്കും. ഹല്ലേലൂയ. രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയെ വാഴ്ത്തി സ്തുതിക്കുവെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് സ്തോത്രം, ഹല്ലേലൂയ, 15-ാം വാക്യത്തിൽ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണെന്ന് നമ്മൾ രേഖപ്പെടുത്തി വായിക്കുമ്പോൾ, നിന്റെ മക്കൾ നേരായ രീതിയിലൂടെ ജീവിച്ചാൽ അവർ അന്ത്യവും ദൈവത്തിന് വിലയേറിയതായിരിക്കും. അവർ മരണവും ദൈവത്തിന് വിലയേറിയതായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ മക്കൾ വളരെയേണ്ട വിധേയത്തിലൂടെ വളരണം. അപ്പൊ നീ നിന്റെ മക്കളെ കൊണ്ട് കൊടുക്കാൻ പഠിപ്പിച്ച, ദൈവത്തിന് കൊടുക്കാൻ പഠിപ്പിച്ചാൽ, ദൈവത്തിന് പൈസ മാത്രമല്ല കൊടുക്കുന്നത് കേട്ടോ. നിന്റെ മക്കൾ ഞായറാഴ്ചകളിൽ നിന്നിട്ട് അവൻ രാവിലെ ദൈവത്തിലേക്ക് കടന്നുപോയി ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ സകല ആവശ്യങ്ങൾ ദൈവം നടത്തിത്തരും. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. രക്തം ചെയ്യണം. ഇതുപോലെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തണം. നിങ്ങൾ മാതൃകയുടെ ജീവിതം നയിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയായിരിക്കണം. നിങ്ങൾ സഭയ്ക്കകത്ത് മാതൃകയായിരിക്കണം. കർത്താവിന് വേണ്ടി നിന്റെ മക്കളെ, അല്ലെങ്കിൽ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനത്താൽ സൂക്ഷിക്കുന്നതിൽ തന്നെ ബാലൻ നടക്കേണ്ടത് വഴിയിലെ അഭ്യസിക്കാൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ലെന്ന് ഈ വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ പറഞ്ഞൊതുക്കരുത്. പ്രൈസ്. മക്കൾ ദൈവത്തിൻ്റെതാണ്. മക്കൾ ദൈവത്തിൻ്റെതാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മക്കൾ ദൈവത്തിൻ്റെതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് നേരായ പാതയിലൂടെ നടത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്തോത്രം. നമ്മൾ 127 സംഗീതം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കളെന്ന് 127 സംഗീതം 4-ാം വാക്യം വായിക്കുന്നുണ്ട്. നിന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് നിന്റെ തന്റെ അവതാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു രക്ഷിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. നിന്റെ മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തണം. ലോകത്തിന് വേണ്ടി നിന്റെ മക്കളെ വളർത്തരുത്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നിന്റെ മക്കളെ വളർത്തരുത്. നിന്റെ മക്കൾ വളർന്നവരും തീവ്രവാദികളുടെ കൂടെ, വർഗീയവാദികളുടെ കൂടെ, നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ലെന്ന് പറഞ്ഞ മൂടന്മാരോടും ഇവിടുത്തെ എല്ലാവരും ഭീകരവാദികളോടും നിന്റെ മക്കൾ ചേർന്ന് നിൽക്കാതെ നിന്റെ മക്കൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും. ദൈവത്തോട് അടുത്തിരിക്കുവാൻ അവരെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. വായിച്ച വചനം എന്താണ്? ഇവിടെ ഒരു ബാലനുണ്ട്. ഹല്ലേലൂയ. വായിച്ച വചനം, ഇവിടെ ഒരു ബാലനുണ്ട്. ഹല്ലേലൂയ. അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ? അത് 5 അപ്പവും 2 മീനുമുണ്ട്. 5000 പുരുഷന്മാരുടെ ഭാര്യമാരും മക്കളും നിന്ന് ശേഷിച്ച 12 കൊട്ടം നിറച്ചെടുക്കുവാൻ ഈ ഒരു ബാലന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും കൊണ്ട് കഴിഞ്ഞെങ്കിൽ അത് നിരക്കുള്ള നിന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ബാലൻ തനിക്കുണ്ടായ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അതുകൊണ്ട് വലിയൊരു പുരുഷാരത്തെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു. ഞാൻ ചിന്തിക്കുക, പിന്നത്തേത് ഈ ബാലനും ബാലിന്റെ കുടുംബം എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടു കാണും. അത് നീ ദൈവത്തിന് വേണ്ടി നിന്റെ മക്കളെ വളർത്തിയാൽ നിന്റെ മക്കൾ വളരും തോറും ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറും. ദൈവ സഭയ്ക്ക് പ്രയോജനമുള്ളവരായി മാറും.
അവൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവനായി തീരും. പണം മാത്രമല്ല, ദൈവത്തെ സ്തുതിക്കുന്നവനായി തീരും. അവൻ ആലയ കാര്യങ്ങളിൽ ദൈവത്തോട് ചേർന്ന്, ദൈവസഭയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവനായിരിക്കും. അതെ, നിന്റെ മക്കൾ ഇന്ന് നേരായ പാതയിലല്ല, മദ്യത്തിന് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണോ? മടങ്ങുക. നിന്റെ മക്കളെ വചനം പറഞ്ഞ് പഠിപ്പിക്കേ. നിന്റെ മക്കൾ മുഖാന്തരം നീ നീ കണ്ണുനീരൊഴുക്കാതെ, നിന്റെ മക്കൾ മുഖാന്തരം നീ വേദനിപ്പിക്കപ്പെട്ടു പോകാതെ, നിന്റെ മക്കളെ അവരുടെ ഇഷ്ടത്തിന് പറഞ്ഞുവിടാതെ അവരെ ആലയത്തിലേക്ക് പറഞ്ഞുവിട്, ദൈവസഭയ്ക്ക് പറഞ്ഞുവിട്. ജീവനുള്ള ദൈവത്തെ അവരെ ആരാധിച്ചു തുടങ്ങട്ടെ. നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ഇന്ന് മകൾ കണ്ണുകൾ അടച്ചാട്ട് സമാധാനമില്ല, സന്തോഷമില്ലാതെ അനവധി തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുടുംബത്തിനകത്ത് മാതൃകയില്ലാത്ത ജീവിത മുഖാന്തരം തലമുറകൾ നശിക്കുമ്പോൾ, ഭാവിയുടെ കുടുംബങ്ങളെ ദാസാനപ്പെട്ട് ചെറുപ്രായത്തിന്റെ മക്കളെ നല്ലവണ്ണം പറഞ്ഞു പഠിപ്പിച്ചല്ലേ ദൈവനാമത്തിന് വളർത്തിയെടുക്കുവാൻ മാതാപിതാക്കളുടെ മദ്യവും മയക്കും ലഹരിയും സകല ചെടിക ദൂർത്ത് പ്രവർത്തികളും കുടുംബത്തിനകത്തെ ചെടികമായി ദൈവികമല്ലാത്ത എല്ലാ മക്കൾ കണ്ട് പഠിച്ച് പിന്നത്തേതിൽ ലോകത്തിലേക്ക് ഇറങ്ങി സമൂഹത്തിന്, കുടുംബത്തിന്, സഭയ്ക്ക്, നിയമത്തിനും അവർ വെല്ലുവിളിയായി മാറാതെ മക്കളെ മാന്യമായി വളർത്തുന്ന ഈ മാതാപിതാക്കളെ എടുക്കണമേ. ഭാവി ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, വാർത്തത്തിൽ, അശമയ ചോട്ടൽ തടവറയിലായിരിക്കുന്ന, ചുവയിൽക്കോവിലായിരിക്കുന്ന സകല ഓർക്കുകയാണ്. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ തിരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണ മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി ട്രൈബലിലായിരിക്കുന്ന ജനത, കരസേന, വ്യോമസേന, നാവികസേന എത്തിയാറിൽ അതിർത്തികൾ കാക്കുന്ന വേസിയാർപ്പികൾ, ക്രമസമാധാന പാലയം, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നത് എല്ലാ ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥന ജനമാനസാന്തപ്പെടട്ടെ. കർത്താവ് അക്രമം, രാജ്യത്ത് തീവ്രവാദം, ഭീകരവാദം, വർഗീയതയും വിട്ട് മദ്യവും ലഹരിക്കും മടിയുംപെട്ട് ജടിക്ക് വ്യഭിചാര, വരസംഗ, അശുദ്ധ ദുഃഖാമങ്ങളിൽ, ചൂതാട്ടങ്ങളിൽ ജനകാമെ തലമുറ നശിച്ചു പോകാതെ കർത്താവ് ജനമാനസാന്തരം മടങ്ങിയുടെ നേരായ ഭാവിയിൽ അവൻ നടക്കേണ്ടത് വഴിയിൽ അഭ്യസിപ്പിക്കുവാൻ, ദൈവോചന പ്രകാരം വളർത്തിയെടുക്കുവാൻ ഈ മാതാപിതാക്കളെ ഒരുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. അവരെ സഭയിൽ പറഞ്ഞു വിട്ട് കർത്താവ് ദൈവവചനം കേൾക്കുവാൻ, ഈ ബാലൻ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടവന്റെ ആത്മാവിൽ അവൻ നിറയപ്പെട്ടതുപോലെ അവന്റെ കരങ്ങളിൽ ഉള്ളത് മുഴുവൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അത് വലിയൊരു പുരുഷാരത്തിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞതുപോലെ കർത്താവ് തലമുറകൾ ദൈവത്തെ വിട്ട് കൊടുക്കുന്നവരായി തീരുവാൻ, അവർ ദൈവത്തിന്റെ ഭയത്തോടെ ജീവിക്കുന്നവരായി തീരുവാൻ തലമുറ ഒരുക്കണമേ. ഇന്നത്തെ കാലഘട്ടത്തിൽ അക്രമം പെരുകുന്നു, കുലപാതകങ്ങൾ പെരുകുന്നു, മദ്യപാനം പിടിച്ചു അക്രമങ്ങൾ പെരുകുന്നു, നിയമത്തെ അനുസരിക്കാത്ത വെല്ലുവിളിക്കുന്ന ഒരു കൂട്ടം ജനം ഞങ്ങളുടെ ഇടയിൽ വളരുമ്പോൾ ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. തെറ്റായ മാർഗങ്ങൾ വിട്ട് മടങ്ങി വരട്ടെ, ചെടികമായ ജീവിതം വിട്ട് മടങ്ങി വരട്ടെ. ആയുധം എടുത്ത് പോരാടുവാൻ ഈ തലമുറ ഒരുങ്ങാതെ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിന്റെ നാമത്തിലുള്ള ശക്തിയോടെ നിൽക്കുന്ന ഒരു അനുഭവത്തിനായി തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അധാർമികമായി സകല ചെടിക ജീവിതപ്പെട്ട് കർത്താവിന്റെ കുടുംബങ്ങളെല്ലാം യഥാസ്ഥാനപ്പെടെ ഈ ബാലനെ അവന്റെ മാതാപിതാക്കൾ വളർത്തിയതുപോലെ, അവരെ ദൈവഭയത്തിൽ വളർത്തിയതുപോലെ ഈ മാതാപിതാക്കൾ കർത്താവ് തങ്ങളുടെ മക്കളെ ദൈവത്തിൽ വളർത്തണം. ഭവനത്തിനകത്ത് എല്ലാ മദ്യ, എല്ലാ ചെടിക, എല്ലാ ലഹരി ഉൽപ്പന്നങ്ങളും മാറി കുടുംബ കർത്താവ് ശുദ്ധമായി തീരുവാൻ, പരിശുദ്ധമായി തീരുവാൻ, ദൈവം വസിക്കുന്ന കുടുംബങ്ങളെ തീരുവാൻ കർത്താവ് ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ വിടുവിക്കാൻ സകല ബോധം എടുത്താൽ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.